ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ബ്രഹ്മഋഷി വര്യന്മാരായ വസിഷ്ഠൻ തുടങ്ങിയ മഹർഷീശ്വരന്മാർ, അഭിവന്ദ്യരും ജ്ഞാനവൃദ്ധരുമായ അമാത്യവരന്മാർ, അഗ്നിയെപ്പോലെ ആളുന്ന തേജസാർന്ന പുരോഹിതന്മാർ, ഉത്തമോത്തമരായ സാമന്ത രാജാക്കന്മാർ എന്നിവർ ദേവേന്ദ്ര സന്നിധിയിൽ എന്ന പോലെ അർഹതയനുസരിച്ച് ശ്രീരാമചന്ദ്ര സമീപത്തിൽ ഇരുന്നു. യജ്ഞവേദിയിലെ അഗ്നിത്രയങ്ങൾ പോലെ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവർ നരേശ്വരന്റെ അടുത്ത് അധിവസിച്ചു. നാട്ടുകാരും പൗരപ്രധാനികളും ഭൃത്യന്മാരും താമരപ്പൂമൊട്ട് പോലാക്കിയ കൈകളോടെ മുന്നിൽ നിറഞ്ഞു. ആനന്ദത്താൽ വികസിച്ച വദന സരോജങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. സുഗ്രീവൻ തുടങ്ങിയ കാമരൂപികളായ 20 കവീന്ദ്രന്മാർ രഘുവര സന്നിധിയിൽ ആസനസ്ഥരായി. അമേയ പരാക്രമികളും മഹാ തേജസ്വികളുമായ അവരുടെ അടുത്ത് അസുരവരന്മാരായ 4 സജീവന്മാരോടുകൂടി വിഭീഷണൻ വൈശ്രവണ സമീപത്തിലെത്തിയ യക്ഷശ്രേഷ്ഠന്മാരെ പോലെ ശോഭിച്ചു. ശ്രേഷ്ഠകുലജാതന്മാർ, വയോവൃദ്ധന്മാർ, പണ്ഡിത ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പ്രത്യക്ഷദേവനായ ദാശരഥിയെ താണുവണങ്ങി അനുവാദത്തോടെ ഇരുന്നു. ഇങ്ങനെ ക്ഷത്രിയ രാജാക്കന്മാർ, വീരപരാക്രമികളായ വാനരന്മാർ, അമേയശക്തരായ അസുരശ്രേഷ്ഠന്മാർ, അത്യുജ്വല തപസ്സാർന്ന മഹർഷീശ്വരന്മാർ എന്നിവർ വാസവ സമീപത്തിലെ ഋഷിവര്യന്മാരെ പോലെ വിളങ്ങി. അമരേന്ദ്രനേക്കാൾ 1000 മടങ്ങ് പ്രശോഭിക്കുന്ന ശ്രീരാമദേവന്റെ രാജകീയ സദസ്സിൽ പുരാണജ്ഞന്മാരും മഹാന്മാരുമായ അവർ അതാതു കഥകൾ ഭംഗിയിൽ ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പറഞ്ഞു. സൽക്കഥാശ്രവണം എല്ലാവർക്കും ആനന്ദമുളവാക്കി. മഹാപ്രഭു രഘുവീരൻ തൊഴുതുകൊണ്ട് അഗസ്ത്യ ബ്രഹ്മഋഷിയോട് പറഞ്ഞു: ഭഗവാനെ, വൃക്ഷരജസ് എന്ന പേരാർന്ന കവീന്ദ്രൻ ബാലി സുഗ്രീവന്മാരുടെ പിതാവ് ആരാണ്? അമ്മ ആരാണ്? വാനര സഹോദരന്മാരുടെ മാതാവിൻ്റെ പേർ പറഞ്ഞില്ലല്ലോ. അമ്മയുടെ പേർ എന്തുകൊണ്ടാണ് അവിടുന്ന് എന്നോട് പറയാത്തത്? ഇതെല്ലാം കേൾക്കുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ശ്രീരാമവചനം കേട്ട ബ്രഹ്മഋഷി പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് മറുപടി അരുളി: ഹേ രാമ, ആ കഥയും കേൾക്കൂ. ഒരിക്കൽ ശ്രീ നാരദൻ എൻ്റെ ആശ്രമത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്. ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്ന ദേവഋഷിയെ ശാസ്ത്രത്തിൽ കണ്ടതുപോലെ ഞാൻ പൂജിച്ചു. സന്തോഷസമേതരായി ഞങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ കഥ ചോദിക്കുകയുണ്ടായി. ദിവ്യനായ നാരദൻ മാമുനെ കേട്ടാലും എന്ന് പറഞ്ഞ് വിവരിച്ചത് ഞാൻ പറയാം. ഒളി ചിതറുന്ന മാമലയാണ് ദിവ്യമായ മേരു. അതിൻ്റെ നടുവിലെ കൊടുമുടിയെ വാനോർ കൂടി ഭജിക്കുന്നു. കാരണം അവിടെയാണ് 100 യോജന വിസ്താരമുള്ള ദിവ്യ ബ്രഹ്മസഭ പ്രശോഭിക്കുന്നത്. നളിന ജന്മാവായ നാൻമുഖദേവൻ സദാ ഇരുന്നരുളുന്ന സ്ഥലം. യോഗാഭ്യാസന നിരതനായിരിക്കുന്ന വിധാതാവിൻ്റെ കണ്ണിൽ നിന്ന് ഒരിക്കൽ അശ്രു പുറപ്പെട്ടു. തൃക്കൈകൊണ്ട് അത് തുടച്ചു കശക്കി. സർവ്വലോകങ്ങളെയും ചരാചരങ്ങളെയും നിർമ്മിച്ച ദേവദേവൻ അത് നിലത്തേക്ക് വീഴ്ത്തി. ഹേ രാമ, ആ കണ്ണീരിൽ നിന്ന് ഒരു കവിരൂപം ആവിർഭവിച്ചു. ജനിച്ച ഉടനെ തന്നെ ആ വാനരനോട് ബ്രഹ്മാവ് പ്രിയ വാക്കുകൾ അരുളി ചെയ്ത് ആശ്വാസമേകി. അമരന്മാർ അധിവസിക്കുന്ന ഈ വിശാല പർവ്വതം നോക്കൂ. അതിരമ്യമായ ഈ വൻമലയിലെ കായ്കനികൾ യഥേഷ്ടം ഭക്ഷിച്ച് സഞ്ചരിച്ചുകൊള്ളൂ. എൻ്റെ സമീപവർത്തിയായി തന്നെ ഒട്ടുകാലം പാർക്കുക. നിനക്ക് നന്മയുണ്ടായിത്തീരും. വിരിഞ്ചൻ്റെ വാക്കുകൾ കേട്ട കവി പൊങ്കവൻ തൃക്കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ച് ജഗദ്ഗുരുവിനോട് ഉണർത്തി: അവിടുത്തെ ആജ്ഞ അനുസരിച്ച് ഞാൻ നിന്നുകൊള്ളാം. പൂക്കളും കായ്കളും നിറഞ്ഞു നിൽക്കുന്ന പർവ്വത സാനുവിലേക്ക് വായുവേഗത്തിൽ പ്ലവകസത്തമനെത്തി. അമൃതം പോലെ സ്വാദുള്ള മധു ആസ്വദിച്ചു. മനോഹര വർണ്ണവും സുഗന്ധവുമൊത്ത കുസുമങ്ങൾ അറുത്ത് സന്ധ്യാസമയമായപ്പോൾ പിതൃസവിധത്തിൽ എത്തിച്ചേർന്നു. ദേവദേവനായ വിധാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ ഉത്തമ ഫലങ്ങൾ കാഴ്ചവെച്ച് പൂജിച്ചു. സന്തോഷസമേതനായി നാളുകൾ അനേകം ആ കവികുല നായകൻ ഇങ്ങനെ ചിട്ടയിൽ കഴിച്ചു. വൃക്ഷരാജാവായ ആ വാനരോത്തമന് ഒരു ദിവസം അസഹ്യമായ ദാഹം തോന്നി. വെള്ളവും അന്വേഷിച്ച് എത്തിയത് മേരുവിൻ്റെ വടക്കേ കൊടുമുടിയിലാണ്. പല വിധത്തിലുള്ള പക്ഷികളുടെ കളഗാനങ്ങൾ ഉയരുന്ന രമ്യമായൊരു പ്രദേശം കണ്ട് അവിടേക്ക് ചെന്നു. സ്ഫടിക തുല്യമായ നിർമ്മല ജലത്താൽ പൂർണ്ണമായൊരു പൊയ്ക. ആശ്വാസത്തോടെ സട കുടഞ്ഞുകൊണ്ട് അവൻ സരസിലേക്ക് നോക്കി. തൻ്റെ മുഖത്തിൻ്റെ പ്രതിബിംബം അതിൽ കണ്ടു. ഈ വെള്ളത്തിനുള്ളിൽ ഇരിക്കുന്ന കൂറ്റൻ ആരാണ്? എൻ്റെ ശത്രുവാണെന്നത് തീർച്ച. അവൻ വീണ്ടും സശ്രദ്ധം നോക്കി. സ്വദേഹം മുഴുവൻ വ്യക്തമായി പ്രതിഫലിക്കുന്നു. വാനരനായകന് കോപമുദിച്ചു. ഈ വൈരി എന്നെ അപമാനിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുരാത്മാവിനെ ഞാൻ നിഗ്രഹിക്കും. ഇങ്ങനെ ചിന്തിച്ച് അവൻ വെറും കവിചാപല്യത്താൽ മാത്രം ഉത്തരക്ഷണത്തിൽ ആ നീർക്കയത്തിലേക്ക് ചാടി. മൂഢത മനസ്സിലാക്കിയ വാനരസത്തമൻ ദാഹശമനം വരുത്തി നീർക്കരയിൽ കയറിയപ്പോൾ: ഹേ രാമ,
അത്യത്ഭുതകരമായൊരു പരിവർത്തനമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിസൗന്ദര്യമാർന്നൊരു നാരീരത്നത്തിൻ്റെ ആകൃതിയായിരിക്കുന്നു. നീണ്ടിടം പെട്ട നീലലോചനങ്ങൾ, വിസ്തീർണമായ ജഗനസ്ഥലം, ചുരുണ്ടു നീണ്ട് ഇടതൂർന്ന കേശജാലം, ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന കുജങ്ങൾ, മുഗ്ധമന്ദസ്മിതത്തോടു കൂടിയ വദനം, വാടാത്ത ഒരു ചെടി പോലെ ലാവണ്യ കേന്ദ്രമായ അവൾ ആ സരോവര തീരത്തിൽ പ്രശോഭിച്ചു. താമരപ്പൂവിൽ അല്ലാത്ത മഹാലക്ഷ്മിയെപ്പോലെ ത്രൈലോക്യ സുന്ദരിയായ അവൾ ശരൽക്കാല വെണ്ണിലാവ് പോലെ ഏതൊരുവൻ്റെയും ഹൃദയത്തെ കുളിർപ്പിച്ചു. മഹാലക്ഷ്മി, സരസ്വതി, ശ്രീ പാർവതി എന്നിവർക്ക് തുല്യായിരുന്നു അവൾ. ആ കാമിനീരത്നം പരിസരത്തെ കൂടി മിന്നിച്ചു. വിരിഞ്ചദേവന്റെ തൃപ്പാദവദനം ചെയ്ത് ദേവേന്ദ്രൻ തിരിച്ചുപോയത് അപ്പോൾ ആ വഴിക്കായിരുന്നു. ആദിത്യദേവൻ ആ കൃശോദരി നിൽക്കുന്ന വനത്തിൻ്റെ ഉപരിയെത്തിയതും അതേ സന്ദർഭത്തിൽ തന്നെ. സുരസുന്ദരി രത്നമായ അവളെ ദേവശ്രേഷ്ഠന്മാർ രണ്ടുപേരും കണ്ടു. ഇതുവരെ ആരും ദർശിച്ചിട്ടില്ലാത്ത അത്രയും സൗന്ദര്യമെന്ന അവൾ ശക്രനെയും അർക്കനെയും കാമദേവാധീനരാക്കി തീർത്തു. ആ അത്ഭുത രൂപം അവരുടെ സർവ്വ അവയവങ്ങളെയും അവശമാക്കി. ആത്മധൈര്യം നശിച്ചു, ഇന്ദ്രിയം സ്ഖലിച്ചു. അത് അവളുടെ മൂർധാവിൽ പതിച്ചു. ആ കാമിനി രത്നത്തോടുകൂടി ക്രീഡിക്കാതെ തന്നെ ആത്മശാന്തി നേടി. മഹാത്മാവായ വജ്രിയുടെ വീര്യം വൃഥാവിലാകുമോ? അപൂർവ ദിവ്യ ഗർഭം ധരിച്ച അവൾ കരുത്തേറുന്ന കഭീന്ദ്രനെ പ്രസവിച്ചു. ഇന്ദ്രന്റെ ബീജം ഭാലത്തിൽ വീണതിനാൽ ഭാലി എന്ന അനർത്ഥനാമധേയം സിദ്ധിച്ചു. ദേവേന്ദ്രനെ പോലെ ദീനനാഥനും കന്ദർപ്പ വശനായി തീർന്നുവല്ലോ. അർക്കദേവ ബീജം അവരുടെ ഗ്രീവയിലാണ് പതിച്ചത്. സല്ലാപാദികളൊന്നും സൂര്യൻ ഉരിയാടിയുമില്ല. എന്നാൽ മദനപീഠ ആദിത്യൻ്റെയും അസ്തമിച്ചു. ബീജം ഗ്രീവയിൽ വീണ് പിറന്നവനാകിയാൽ സുഗ്രീവൻ എന്ന പേർ കിട്ടി. ഇങ്ങനെയാണ് കെൽപ്പേറുന്ന കപീശ്വരന്മാർ ജനിച്ചത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.